കുരിയാട് നിർമ്മാണത്തിലേക്കുന്ന ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. മലപ്പുറത്ത് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഈ ദൃശ്യങ്ങൾ എപ്പോഴാണ് പുറത്തു വന്നത്? വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണല്ലോ. എസ്.കെ.ന്റെ ദൃശ്യങ്ങൾ 24-ലൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്. കൂരിയാട് അപകടം നടന്ന ആ നിമിഷമുള്ള വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. സമീപത്തെ ഈ മറ്റൊരു റോഡുണ്ട്, ഇവിടെ ഒരു സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡിൽ നിന്നും പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപകടമുണ്ടായ ഈ ശബ്ദം കേട്ട് ആ റോഡിലേക്ക് ഓടിയെത്തിയ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ്. ആദ്യം ഈ പ്രധാന റോഡിൻ്റെ ഈ കട്ടകളെല്ലാം തന്നെ സർവീസ് റോഡൊക്കെ തകർന്നു വിടുന്നതിന് ശേഷം ആ പ്രധാന റോഡിൻ്റെ ടാറടക്കമുള്ളവ താഴോട്ട് വീഴുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് ഇവിടെ കുടുങ്ങിയ വാഹനങ്ങളിൽ നിന്നും പുറത്തെത്തിയ ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി അമ്പരപ്പോടെ നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ ശബ്ദമൊക്കെ തന്നെ, കരയുന്ന ശബ്ദമൊക്കെ തന്നെ നമുക്ക് കേൾക്കാനും കഴിയുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു മിററാണ് ഈ കാണുന്നത്. ആ വാഹനത്തിന് മുകളിലേക്കാണ് ഈ കല്ലും മണ്ണുമെല്ലാം വീണത്. ആ കാറിൻ്റെ മിററാണ് ഇവിടെ പൊട്ടി ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ കാറിൽ ഉണ്ടായിരുന്നവർ, പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ അടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. അപകടമുണ്ടായ ഉടനെ തന്നെ 3 കാറുകളായിരുന്നു ഇവിടെ കുടുങ്ങിയത്. ആ കാറിൽ ഉണ്ടായിരുന്നവർ ചാടി ഇറങ്ങി നിൽക്കുന്നതാണ്. ഒരു പർദ്ദ ധരിച്ച സ്ത്രീകളൊക്കെ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആദ്യം ഈ കട്ടകളും സിമെന്റും എല്ലാം തന്നെ സർവീസ് റോഡിലേക്ക് പതിക്കുന്നു. അതിനുശേഷം ഉടൻ തന്നെ പകർത്തിയ ഒരു ദൃശ്യമാണിത്. ആ പ്രധാനപ്പെട്ട റോഡിന്റെ ടാർ അടക്കമുള്ളവ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതും ആ വീണതിന്റെ ആഘാതത്തിൽ ഇവിടെ നിന്ന് ഈ പുക പോലെ പൊടിയെല്ലാം തന്നെ ഉയരുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, ആ സമയത്ത് ഈ വാഹനത്തിൽ കുടുങ്ങി ഇവിടെ കിടന്നയാളുകളുടെ മാനസികാവസ്ഥയ്ക്ക് ഒക്കെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും ഭയാനകമായ, പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ അപകടം സംഭവിച്ച ഇടത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ആ റോഡ് താഴോട്ട് പതിക്കുകയും പിന്നീടുള്ള തകർച്ചയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ അപകടമുണ്ടായ ഉടനെ തന്നെ ഇവിടെ ഓടിയെത്തിയ ഒരാളാണ് ഈ ദൃശ്യം പകർത്തിയത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, ആ സമയത്ത് ഇവിടെ കുടുങ്ങിക്കിടന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഊഹിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കാറിലുണ്ടായിരുന്ന ആ പുറത്തു നിൽക്കുന്നയാൾ രക്ഷപ്പെട്ടവരുടെ പ്രതികരണം ഒക്കെ തന്നെ നമ്മൾ എടുത്തതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തലപ്പാറ സ്വദേശിയായിരിക്കുന്ന ഒരു നിസാമുദ്ദീനും കുടുംബവുമായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും അപ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റി, പക്ഷേ തനിക്ക് ഈ ഡോറും സീറ്റ് ബെൽറ്റും എല്ലാം തന്നെ ലോക്കായത് മൂലം ഇറങ്ങാൻ പറ്റിയില്ല. താൻ മരണം ഉറപ്പിച്ച് മുന്നിൽ കണ്ട് നിൽക്കുകയായിരുന്നു. പിന്നീട് തൻ്റെ സഹോദരി തന്നെ എങ്ങനെയോ വലിച്ച് വാഹനത്തിന് പുറത്തേക്ക് ഇടുകയായിരുന്നു. ഇത് തൻ്റെ 2ാം ജന്മമാണ് എന്നുള്ളതായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കുടുംബം വ്യക്തമാക്കിയത്. അങ്ങനെ അത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടിയാണ് എത്രത്തോളമാണ് ഇവർ അനുഭവിച്ച മാനസികാവസ്ഥ, ഇവരുടെ ആ സമയത്ത് അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ കൃത്യമായ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഈ അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആദ്യം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സർവീസ് റോഡിൽ 3 വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. താരതമ്യേന വലിയ തോതിൽ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് കൂടിയാണിത്. പക്ഷേ ആ സമയത്ത് 3 വാഹനങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാകുന്നു. 3 വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നു. പക്ഷേ ആർക്കും കാര്യമായ പരിക്കേൽക്കാതെ, ആളപായം സംഭവിക്കാതെ, ഒരു ഭാഗ്യമൊന്നോണം എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് സ്പോട്ടിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെയൊക്കെ വ്യാപ്തി മനസ്സിലാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. എസ്.കെ.